എനിക്ക് 3.5 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അച്ഛൻ്റെ വീട്ടിൽ നിന്നും അവർ ഞങ്ങളെല്ലാവരും ഉപേക്ഷിക്കുന്നു. ക്യാരിങ് ആയിരുന്ന അമ്മയടക്കം. ക്യാരിങ് ആയിരുന്ന അമ്മയും ഞങ്ങളെയും മക്കളെയും എന്ത് കാരണമാണെന്ന് പോലും അറിയാതെയാണ് ആ ഒരു സിറ്റുവേഷനിൽ അമ്മ നിൽക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന വിഷമം ഉണ്ടാകും. അതെ, ഏകദേശം ഒരു 50 ലക്ഷം രൂപ അധികം കടമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കോവിഡിന്റെ സമയത്ത് കോവിഡ് കാരണം ജോലി പോയി. പിന്നെ മോനെ പ്രഗ്നന്റ് ഡെലിവറി ചെയ്യുന്ന സമയത്തായിരുന്നു. കാര്യം പറയുമ്പോൾ ആൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന്റെ റീസൺ ഞാൻ കാണുന്നത് മുഴുവൻ എൻ്റെ അച്ഛനെ പോലെ കടബാധ്യത വന്ന് എൻ്റെ അമ്മ സ്ട്രഗിൾ ചെയ്തതുപോലെ ഞാൻ അനുഭവിക്കാൻ പോവുകയാണോ? കാര്യം അവിടെ ഇങ്ങനെ പറയാൻ എനിക്ക് ദേഷ്യം വരികയാണ്. എൻ്റെ കൈ പൈസ ഇല്ല, കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കടക്കാരെല്ലാം വിളിക്കുന്നു, റെന്റുകാർ വിളിക്കുന്നു. അങ്ങനെ ആകെ നമ്മൾ ശരിക്കും എൻ്റെ അമ്മ അനുഭവിച്ച അതേ വേദന ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരു റെപ്ലിക്ക, അച്ഛന്റെ ഒരു റെപ്ലിക്ക അല്ലേ. അത് വീണ്ടും ഒരു ആർഗ്യുമെന്റിലേക്ക് പോയി. ഇപ്പൊ നമ്മുടെ പ്രശ്നത്തിന്റെ കാരണം നമ്മളാണ് എന്ന് മാടമ്പള്ളിയിൽ യഥാർത്ഥ വിചാരിക്കുന്നത് പോലെ അതെ, നമ്മളാണെന്നുള്ളൊരില്ലേ. ആളുടെ പ്രശ്നങ്ങളുടെ കാരണം ഇപ്പോഴുള്ളതൊന്നും അല്ല, കുട്ടിക്കാലം മുതൽക്കേ ആളുടെ ഉള്ളിൽ കിടക്കുന്ന ചില മുറിവുകളാണ്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുറിഞ്ഞു, നമ്മൾ ഉടനെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യും. പക്ഷെ മനസ്സിലെ മുറിവുകൾ അവിടെ കിടക്കും. നമ്മൾ വലുതാകുന്നതനുസരിച്ച് ഇത് വലുതാകുകയും ചെയ്യും.